ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുന്നു. സാധാരണഗതിയിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് എനിക്ക് ആത്മീയമായി വളരുവാൻ സാധിക്കാത്തത്? ആത്മീയ വളർച്ച ദൈവം ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ. ഇതിന് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന മറുപടി എന്താണെന്ന് ചിന്തിക്കുക. ദൈവവചനം പഠിക്കുവാൻ മനസ്സിലാത്തത് കൊണ്ടും ദൈവവചനം ശരിയായ നിലയിൽ പഠിപ്പിക്കുവാൻ ഉപദേഷ്ടാക്കന്മാരില്ലാത്തതിനാലുമാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ലോകത്തിൽ നിർജ്ജീവമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നാം വളരണം എന്ന് വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതിന് പലർക്കും സാധിക്കാതെ പോകുന്നത് മനുഷ്യരുടെ ചതിയും ഉപായവും, അവരെ തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളും അതിൽ കുടുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളെപ്പോലെ പലരും ആയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ള മനസ്സും, പഠിപ്പിക്കുന്നവർ ശരിയാവണ്ണം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാൻ സമർപ്പിതരും ആയിരിക്കണം എന്നുള്ളത് മറന്നു പോകരുത്. നമുക്ക് ആത്മീയമായിട്ട് വളരണം എന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നിരന്തരമായി ധ്യാനിക്കുക, യേശുവിൻ്റെ ജീവിതം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. പടിപടിയായി നമ്മുടെ ജീവിതത്തിൽ ആ രൂപാന്തര അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ക്രിസ്തുവിനെ നാം നിരന്തരം ധ്യാനിക്കുന്ന സ്വഭാവം ഉള്ളവരാണെങ്കിൽ. ദൈവപൈതലിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വലിയ വ്യത്യാസം ജീവിതത്തിൽ വരുത്തുവാൻ ദൈവത്തിൻ്റെ വചനം ശരിയാവണ്ണം പഠിക്കുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെ സാധിക്കും. നാം നമ്മുടെ ജീവിതം ഈ കാലങ്ങളിൽ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ രക്ഷിക്കപ്പെട്ടതിനേക്കാൾ വിശുദ്ധിയിൽ നാം എത്രമാത്രം വളർന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. ചിന്തയിൽ ശുദ്ധീകരണം നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ? ചിന്താമണ്ഡലങ്ങളിൽ ഒരു ശുദ്ധീകരണം പ്രാപിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ പലരും എടുത്ത് പറയുവാൻ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഭൗതികമായി അവർക്കുണ്ടായ വളർച്ചയെക്കുറിച്ചാണ്. വീടില്ലായിരുന്നു, വീട് കിട്ടി. വാഹനമില്ലായിരുന്നു, അത് കിട്ടി. മക്കൾ ഒരു നല്ല നിലയിലെത്തി. ഇതൊക്കെ വളർച്ചയുടെ ഭാഗമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ധാരാളമാണ്. എന്നാൽ ആത്മീയ വളർച്ചയുടെ ലക്ഷണമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നാം എത്രത്തോളം അനുരൂപമായിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തു എന്ന തലയോളം വളരുക എന്നാൽ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നാം എത്തിച്ചേരുക എന്നുള്ളതാണ്. സ്ഥിരതയോടെ നമുക്ക് ഓടുവാൻ തീർച്ചയായിട്ടും കഴിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാതെ കാണുന്നതിനും കേൾക്കുന്നതിനുമെല്ലാം കൈയടിക്കുന്ന, ബഹളം വയ്ക്കുന്ന ഒരു സമൂഹമായിട്ട് അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ദൈവത്തെ അറിയുന്നു എന്ന് ഭാവിക്കുന്ന പലരും. സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്നുള്ളതും ആത്മീയ വളർച്ചയുടെ ലക്ഷണത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. സത്യം സംസാരിക്കണം, അത് സ്നേഹത്തിൽ സംസാരിക്കണം. ആത്മീയമായി വളരുന്ന ഒരു വ്യക്തി തീർച്ചയായും സത്യം മാത്രമേ സംസാരിക്കൂ, അത് സ്നേഹത്തിൽ സത്യം സംസാരിക്കും. അങ്ങനെ ക്രിസ്തു എന്ന തലയോളം വളർന്നു എന്ന് അവകാശപ്പെടുവാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ കാലങ്ങളിൽ നാം നമ്മെ തന്നെ വിലയിരുത്തേണ്ടതും ദൈവത്തിൻ്റെ വചനം കൂടുതൽ ശ്രദ്ധയോടെ ഗൗരവത്തോടെ
പഠിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. തെറ്റിച്ച് കളയുന്ന ഒരുപാട് തന്ത്രങ്ങളുണ്ട് മനുഷ്യനെ. അത് തിരുവെഴുത്തും ദൈവശക്തിയും അറിയാത്തത് കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. തെറ്റിച്ച് കളയുന്ന മനുഷ്യൻ്റെ ചതികളും തന്ത്രങ്ങളും തിരിച്ചറിഞ്ഞ് ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിലൂടെ യാത്ര ചെയ്യുവാൻ വചനം ആവശ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ അതിലൂടെ കടക്കുന്നവർ വളരെ ചുരുക്കമെന്നുള്ള പ്രബോധനവും നാം ഏറ്റെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാശത്തിലേക്കുള്ള വാതിൽ, വഴി ഇതെല്ലാം വീതിയുള്ളതും വിശാലവുമാണ്. കടക്കുന്ന ആളുകൾ, അതിലൂടെ കടക്കുന്നവർ ഒരുപാട് പേരാണ്. എന്നാൽ ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്. അത് കണ്ടെത്തുന്നവർ പോലും ചുരുക്കമാണ്. അങ്ങനെയെങ്കിൽ നീതിമാൻ പ്രയാസത്തോടെ രക്ഷ പ്രാപിക്കുമെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താണ്? ഭയത്തോടും വിറയലോടും കൂടെ നാം രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. കർത്താവായ യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിൻ്റെ വില മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി മറുവിലയായി ജീവനെ കൊടുത്ത കർത്താവിൻ്റെ സ്നേഹം നാം ധ്യാനിക്കണം. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. വചനപ്രകാരം ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.